പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കനക്കുന്നു. IRGCയുടെ ഇന്റലിജൻസ് തലവൻ മേജർ ജനറൽ സയ്യിദ് മാജിദ് ഖബ്ദേമി കൊല്ലപ്പെട്ടു. നാളെ രാത്രിക്ക് മുൻപ് ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നതാണ് ട്രംപിന്റെ അന്ത്യശാസനം. എന്നാൽ വെടിനിർത്തലിന് പകരം ഹോർമുസ് തുറക്കണമെന്ന നിർദ്ദേശം തള്ളുകയാണ് ഇറാൻ. PR കാർത്തിക് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. കാർത്തിക്, ഒരു അന്താരാഷ്ട്ര നേതാവിന് യോജിക്കാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, അസഭ്യ വർഷത്തോടു കൂടിയുള്ള ഭീഷണിയാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ അന്ത്യശാസനം പാലിക്കാനുള്ള വലിയ സമ്മർദ്ദം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. എങ്ങനെയാണ് സാഹചര്യങ്ങൾ? പ്രവചിക്കാനാകാത്ത തരത്തിലുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രേണുക, ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാന് മറ്റൊരു സൈനിക മേധാവിയെ കൂടി നഷ്ടമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൊലപാതകം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ്. മേജർ ജനറൽ മാജിദ് ഖാദേമിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യവുമുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിലാണ് മാജിദ് ഖാദേമി കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ മുഹമ്മദ് ഖസേമി കൊല്ലപ്പെട്ടിരുന്നു. മുഹമ്മദ് ഖസേമി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് മജീദ് ഖദേമി ഇത്തരത്തിൽ IRGCയുടെ ഇന്റലിജൻസ് തലവനായി ചുമതലയേറ്റത്. എന്തായാലും ഇറാന് മറ്റൊരു സുപ്രധാനമായ സൈനിക മേധാവിയെ കൂടി നഷ്ടമായിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം, ഇറാനിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പല ഘട്ടങ്ങളിലും നിർണായക ഇടപെടലുകൾ നടത്തിയത് ഈ മാജിദ് ഖാദേമി ആയിരുന്നു. അതായത് ആഭ്യന്തര സംഘർഷങ്ങൾ അടിച്ചമർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ആ ഘട്ടത്തിൽ തന്നെ ട്രംപിനെതിരെയും അതോടൊപ്പം തന്നെ മറ്റു വിദേശ ചാര സംഘടനകൾക്കെതിരെയും വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. അതായത് ഈ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പിന്നിൽ ഇത്തരത്തിൽ വിദേശ ശക്തികളാണ് എന്ന വിമർശനമാണ് അന്ന് മാജിദ് ഖാദേമി ഉന്നയിച്ചത്. അത്തരത്തിൽ സൈനിക തലത്തിൽ, ഇറാന്റെ സൈനിക തലത്തിൽ ഒരു സുപ്രധാന നേതാവിനെയാണ് ഇപ്പോൾ ഇറാന് നഷ്ടമായിരിക്കുന്നത്. മറ്റൊന്ന്, രേണുക നേരത്തെ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ, സമാധാന ശ്രമങ്ങൾക്കായി തിരക്കിട്ട നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഘട്ടത്തിൽ മുൻകൈയെടുത്ത് രംഗത്ത് വരുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ അമേരിക്ക ഇറാന് അനുവദിച്ച സമയപരിധി നാളെ വൈകിട്ട് വരെ നീട്ടിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തിരക്കിട്ട ശ്രമങ്ങൾ. നാളെ വൈകിട്ട് അമേരിക്കൻ സമയം 8 മണിക്ക് മുൻപ് ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കണം എന്നാണ് ട്രംപിൻ്റെ അന്ത്യശാസനം. പക്ഷേ ഈ അന്ത്യശാസനം ട്രംപിൻ്റെ അന്ത്യശാസനത്തിന് മുന്നിൽ ഇറാൻ വഴങ്ങുന്ന ലക്ഷണങ്ങൾ ഇതുവരെയും ഇല്ല. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇല്ല. നേരത്തെ വിവിധ രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ ശ്രമങ്ങൾ 2 ഘട്ടങ്ങളിലായി ഇത്തരത്തിൽ ഒരു സമാധാന കരാറിലേക്ക് എത്താനായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ 45 ദിവസത്തെ വെടിനിർത്തൽ, ആ വെടിനിർത്തൽ പ്രാവർത്തികമായ ശേഷം സമാധാനത്തിനായി ഒരു കരാർ, വിവിധ ചർച്ചകൾക്ക് ശേഷം സമാധാനത്തിനായി ഒരു കരാറിലേക്ക് എത്തുക. ഇതായിരുന്നു പ്രൊപ്പോസ്ഡ് പ്ലാൻ. പക്ഷേ അപ്പോഴും ഒരു ഘട്ടത്തിലും ഇറാൻ ഈ നിർദ്ദേശത്തോട് സഹകരിക്കുന്നില്ല. ഇറാൻ ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അതായത് ഇറാൻ പ്രതിനിധികൾ വ്യക്തമാക്കിയതായി ആക്സിയോസ് അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഒരു നിർദ്ദേശം ഇറാന്റെ മുന്നിൽ വച്ചു. മീഡിയേറ്റേഴ്സ് വച്ച ഈ നിർദ്ദേശം ഇറാൻ അംഗീകരിക്കുന്നില്ല. ഇറാൻ വ്യക്തമാക്കുന്നത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല, യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണം, അതായിരിക്കണം വ്യവസ്ഥ, ആ വ്യവസ്ഥയിൽ കുറഞ്ഞ് മറ്റൊരു ചർച്ചകൾക്കുമില്ല എന്ന ഇറാൻ പ്രതിനിധികൾ ഈ മീഡിയേറ്റേഴ്സിനോട് അറിയിച്ചതായാണ് ആക്സിയോസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, നേരത്തെ ഗസയിലടക്കം ഇത്തരത്തിൽ സമാധാന ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി ഒരു സമാധാന കരാറിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അമേരിക്കയും ഇസ്രായേലുമാകട്ടെ പിന്നീട് ആവശ്യമുള്ളപ്പോഴൊക്കെ, അവർക്ക് തോന്നുമ്പോഴൊക്കെ യുദ്ധം വീണ്ടും തുടരുന്ന, ആക്രമണങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ് അവിടെ കണ്ടുവരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കടലാസിൽ ഒതുങ്ങുന്ന കരാറിനായി ഇല്ല എന്നാണ് ഇറാൻ പറയുന്നത്. കാർത്തിക്, ഇവിടെ നോക്കൂ, 48 മണിക്കൂർ സമയം അനുവദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നരകം എന്നതാണ് ട്രംപിന്റെ ഭീഷണി. ആ ഭീഷണി നിലനിൽക്കുമ്പോൾ ആ സമയത്ത് പോലും കടുത്ത ആക്രമണം നടക്കുകയാണ്. ഇന്റലിജൻസ് ചീഫിനെ ലക്ഷ്യമിട്ട് വകവരുത്തിയിരിക്കുകയാണ്. US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു സമവായത്തിലേക്ക് നീങ്ങരുത് എന്ന വാശി തന്നെയാണോ അമേരിക്കയ്ക്കും ഒപ്പം തന്നെ ഇസ്രായേലിനും ഉള്ളത്? അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു പ്രകോപനത്തിന്റെ ആവശ്യമില്ലല്ലോ? അങ്ങനെ തന്നെ വേണം വിലയിരുത്താൻ. കാരണം പല ഘട്ടങ്ങളിലായി തിരക്കിട്ട ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഒന്നിനോടും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറായില്ല. മാത്രമല്ല, ഇറാന് അവർക്ക്
ന്യായീകരണങ്ങൾ സ്വാഭാവികമായും ഉണ്ട്. അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കും എന്ന കൃത്യമായ ഒരു ഗ്യാരണ്ടി, അതിനപ്പുറത്തേക്ക് മറ്റൊരു ചർച്ചകൾക്കുമില്ല, ഒരു വിട്ടുവീഴ്ചകൾക്കുമില്ല. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ഭീഷണികളും നേരത്തെ ട്രംപ് ഉയർത്തിയിരുന്നു. പല ഘട്ടങ്ങളിലായി ഭീഷണികൾ ഉയർത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ ട്രംപ് നൽകിയ പ്രതികരണങ്ങൾ വ്യക്തമാക്കിയത് പല നിർണായകമായ ഇറാൻ എന്ന രാജ്യത്തെ പാലങ്ങളടക്കം കണ്ടുവച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചറുകളടക്കം ആക്രമിച്ചുകൊണ്ട് വലിയ തോതിൽ ഒരു നഷ്ടം ഉണ്ടാക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഈ യുദ്ധം 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ല ഏറിയാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിക്കുമെന്ന സൂചന ഒരു ഘട്ടത്തിൽ ട്രംപ് നൽകിയിരുന്നു. അതും ഇപ്പോഴത്തെ ഈ അന്ത്യശാസനവുമൊക്കെയായി കൂട്ടി വായിക്കുമ്പോൾ ഒരു അവസാനവട്ട ശ്രമങ്ങൾക്ക്, ഒരു കഠിനമായ ആക്രമണങ്ങൾക്ക് അമേരിക്ക മുതിരുന്നു എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൽ നേരത്തെ ഇറാൻ്റെ വ്യോമസേനയും അതോടൊപ്പം തന്നെ നാവികസേനയും അവരെ പൂർണ്ണമായി അവരെ നിരായുധരാക്കാൻ കഴിഞ്ഞു എന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. പക്ഷെ അപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക ബേസുകൾക്ക് നേരെയും അതോടൊപ്പം തന്നെ മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ മറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെയും സജീവമായ വ്യോമാക്രമണം ഇപ്പോഴും ഇറാൻ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം അവകാശവാദങ്ങൾ ട്രംപ് നേരത്തെ നടത്തിയെങ്കിലും ഇറാൻ്റെ പക്കൽ ഇപ്പോഴും ആയുധശേഷിയുണ്ട്. അവർ ശക്തമായി പ്രതിരോധിക്കുന്നു. ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നു. ഇന്നും ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഫുജൈറയിൽ, കുവൈറ്റിൽ, ബഹ്റിനിൽ അതോടൊപ്പം തന്നെ UAE അടക്കം ഇന്ന് ആക്രമണങ്ങൾ ഉണ്ടായി. അതായത് ഒരു വശത്ത് തിരക്കിട്ട ശ്രമങ്ങൾ, സമാധാന കരാറിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുമ്പോഴും മറുവശത്ത് ആക്രമണം കടുപ്പിക്കുകയാണ് ഇറാൻ. അതോടൊപ്പം തന്നെ ഭീഷണി, ആ അന്ത്യശാസനം, അമേരിക്കയുടെ അന്ത്യശാസനത്തിന് മുന്നിൽ ഇനി ഇറാന്റെ നിലപാട് എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും തുടർ കാര്യങ്ങൾ. ശരി, എന്തായാലും പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുകയാണ്. എന്ത് സംഭവിക്കുമെന്ന അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. VR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്.